നമസ്കാരം. തട്ടിപ്പുകൾ ആവർത്തിക്കുമ്പോഴും ട്രഷറിയിലെ പഴുതുകൾ അടയ്ക്കാനാവുന്നില്ല. 2020 ശേഷം ചെറുതും വലുതുമായ 8ഓളം തട്ടിപ്പുകളാണ് ട്രഷറിയിലുണ്ടായത്. 4 ജീവനക്കാരെ പിരിച്ചുവിട്ടെങ്കിലും തട്ടിപ്പ് ആവർത്തിക്കുകയാണ്. സംസ്ഥാന ഖജനാവിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന ഗുരുതരമായ തട്ടിപ്പാണ് കഴിഞ്ഞ ദിവസം കഴക്കൂട്ടം ട്രഷറിയിൽ ഉണ്ടായത്. ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിച്ചാൽ അക്കൗണ്ട് ഉടമയ്ക്ക് സന്ദേശം കിട്ടും. എന്നാൽ ട്രഷറിയിൽ നിന്ന് പണം പിൻവലിച്ചാൽ ഇപ്പോൾ ഇത്തരം സന്ദേശം ലഭിക്കാറില്ല. ഈ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ജീവനക്കാരോ മറ്റാരെങ്കിലുമോ പണം പിൻവലിച്ചാൽ അക്കൗണ്ട് ഉടമയ്ക്ക് അറിയാനാകുമായിരുന്നു. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററാണ് ട്രഷറിയിലെ ഓൺലൈൻ സംവിധാനത്തിന് രൂപം നൽകിയത്. ഇവരോട് മൊബൈൽ ഫോണിൽ സന്ദേശം ലഭിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് ധനവകുപ്പ് പറയുന്നു. ചെക്ക് ബുക്ക് കേന്ദ്രീകൃതമായി അച്ചടിച്ച് ക്രമനമ്പർ രേഖപ്പെടുത്തി അക്കൗണ്ട് ഉടമയ്ക്ക് അയച്ചു കൊടുക്കുന്നതാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നത്. അതും ട്രഷറിയിൽ നടപ്പാക്കിയിട്ടില്ല. കഴക്കൂട്ടം ട്രഷറിയിൽ ജീവനക്കാർ തന്നെ അപേക്ഷ പോലും ഇല്ലാതെ അക്കൗണ്ട് ഉടമകളുടെ പേരിൽ ചെക്കുകൾ നൽകിയാണ് പണം പിൻവലിച്ചത്. കേന്ദ്രീകൃതമായി ചെക്ക് അച്ചടിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ തുടങ്ങുമെന്ന് ധനവകുപ്പ് അധികൃതർ പറഞ്ഞു. കഴക്കൂട്ടം ട്രഷറിയിലാകട്ടെ CCTVയും പ്രവർത്തിച്ചിട്ടില്ല. അതിനാൽ ഈ ചെക്കുകൾ വഴി പണമെടുക്കാൻ ആരെങ്കിലും എത്തിയോ ജീവനക്കാർ തന്നെ പണം എടുത്തോ എന്നറിയാനും നിവർത്തിയില്ല. 2020 ഓഗസ്റ്റിൽ വഞ്ചിയൂർ ട്രഷറിയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരന്റെ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് മറ്റൊരു ജീവനക്കാരനാണ് 2.5 കോടി രൂപ തട്ടിയെടുത്തത്. പണം അക്കൗണ്ടിലുണ്ടെന്ന് കൃത്രിമമായ കണക്കും സൃഷ്ടിച്ചു. ഇതോടെ സോഫ്റ്റ്വെയറിലെ പഴുതുകൾ അടയ്ക്കാനും ലോഗിൻ നടപടികൾ സുരക്ഷിതമാക്കാനും സർക്കാർ നടപടിയെടുത്തു. എന്നാൽ മരിച്ചവരുടെ അക്കൗണ്ടുകളിൽ നിന്നും വർഷങ്ങളായി മരവിച്ചു കിടക്കുന്ന അക്കൗണ്ടുകളിൽ നിന്നും ജീവനക്കാർ പണം തട്ടിക്കുന്നത് തടയിടാൻ ട്രഷറി വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ലക്ഷങ്ങൾ ശേഷിപ്പിച്ച് മരിച്ചുപോയവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചാലും ആദായ നികുതി ഈടാക്കാനായി അക്കൗണ്ടുകൾ തുറന്നു കൊടുക്കുമ്പോഴാണ് തട്ടിപ്പ് നടക്കാറ്. ഈ അന്വേഷണത്തിൽ പരേതനായ ഗോപിനാഥൻ നായരുടെ അക്കൗണ്ടിൽ നിന്ന് മെയ്യിൽ 6.7 ലക്ഷം രൂപയും R സുകുമാരന്റെ അക്കൗണ്ടിൽ നിന്ന് 2.9 ലക്ഷം രൂപയും തട്ടിയെടുത്തെന്ന് കണ്ടെത്തി. ചെക്ക് നൽകാൻ അക്കൗണ്ട് ഉടമ അപേക്ഷ നൽകാതെ ഇരുവരുടെയും പേരിൽ 10 ലീഫുള്ള ചെക്ക് ബുക്ക് ഉണ്ടാക്കുകയായിരുന്നു. ചെക്ക് ബുക്ക് നൽകിയതും മാറാനുള്ള ചെക്ക് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയതും ഇത് അംഗീകരിച്ചതും ഈ ജീവനക്കാരാണ്. ട്രഷറി ചട്ടപ്രകാരം അക്കൗണ്ട് ഉടമ അപേക്ഷിച്ചാലേ ചെക്ക് ബുക്ക് നൽകാവൂ. അക്കൗണ്ട് ഉടമ അല്ലെങ്കിൽ അവർ അധികാരപ്പെടുത്തിയവർക്ക് മാത്രമേ നൽകാനും പാടുള്ളൂ. ഇത് രണ്ടും ലംഘിച്ചാണ് പണം മാറിയെടുത്തത്. മരിച്ചവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് മുൻപും തട്ടിപ്പ് നടന്നിട്ടുള്ളതായാണ് വിവരം. ട്രഷറി വകുപ്പിന്റെ പരാതി സ്വീകരിച്ച് SI സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ട്രഷറിയിൽ പരിശോധന നടത്തി. മാസങ്ങളായി ഇവിടുത്തെ CCTV ഓഫാക്കിയിരുന്നതായി പോലീസ് പറയുന്നു. അതേസമയം കഴക്കൂട്ടം സബ് ട്രഷറിയിൽ ജീവനക്കാർ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് 18 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കഴക്കൂട്ടം സബ് ട്രഷറി ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടുമാരായ NS ശാലി, SS സുജ, സീനിയർ അക്കൗണ്ടന്റ് B ഗിരീഷ് കുമാർ, ജൂനിയർ അക്കൗണ്ടന്റുമാരായ N ഷാജഹാൻ, S വിജയരാജ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ ഉത്തരവിൽ 12.10 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തുടർന്നുള്ള പരിശോധനകളിൽ കൂടുതൽ തട്ടിപ്പ് കണ്ടെത്തിയതായാണ് വിവരം. 18 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്ന് കണക്കാക്കുന്നു. ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയ ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. പെൻഷൻകാരിയുടെ ട്രഷറി അക്കൗണ്ടിൽ നിന്ന് അവരറിയാതെ 2.5 ലക്ഷം രൂപ മാറിയെടുത്ത കേസിലാണ് ട്രഷറി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ KR ജിജു പ്രജിത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങിയത്. അപ്പോഴാണ് മരിച്ചവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഇതേ തരത്തിൽ പണം തട്ടിയെടുത്തെന്ന് വ്യക്തമാകുന്നത്.